ഹായ് തൻസീലയാണ്. ആക്ച്വലി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന റീലിനെ ബേസ് ചെയ്തിട്ട് ഒരു ആൾ എനിക്ക് സെപ്പറേറ്റ് മെസ്സേജ് ചെയ്തിരുന്നു. വേറൊന്നുമല്ല, നിൻ്റെ അഭിപ്രായം നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി, പെണ്ണാണെന്നുള്ളൊരു വിചാരം വേണം. അച്ചടക്കവും ഇസ്ലാമിയത്തുള്ള പെൺപിള്ളേർ കുടുംബത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എങ്ങനെ ഇരുന്നാലും തനിക്കെന്താ? ഇനി ഈ അച്ചടക്കം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ വീടിനകത്ത് ഒതുങ്ങിക്കൂടി എന്താ പറയുക, തല്ലും ഇടിയും കുത്തും കൊണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ കരഞ്ഞു നിന്ന് കേൾക്കുക എന്നാണെങ്കിൽ സോറി ടു സേ, ഞാൻ ആ ടൈപ്പല്ല. എനിക്ക് എന്ത് പറയാനുണ്ടോ അത് ഞാൻ പറയും. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ എനിക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ജനപ്രതിനിധി ആയിക്കോട്ടെ, ഇനി ജനപ്രതിനിധിയാകാൻ പോകുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ 8 നില പൊട്ടാൻ പോകുന്ന സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ പറയും. എനിക്ക് പറയാൻ തോന്നുന്നത് ഞാൻ പറയും. വേറെ ഒന്നും കൊണ്ടിട്ടല്ല. നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോന്നേ. പിന്നെ ഞാനിത് പറയുന്നു പറയാൻ വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോ ജനങ്ങൾക്കും ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്, മൗലികാവകാശമാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിന് തനിക്കെന്താ? പിന്നെ തൻ്റെ അമ്മയും പെങ്ങളും ഭാര്യയും എല്ലാം കുടുംബത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഉത്തമ വനിതകളാണ്. അവർക്ക് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അവർക്ക് നിങ്ങളുടെ വായിലിരിക്കുന്ന ഇതേമാതിരിയുള്ള അടിച്ചമർത്തലുകൾ കേട്ടിട്ടും നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടും ഇരുന്നാൽ മതിയെങ്കിൽ അവരോട് ചെയ്താൽ മതി. തൻസീലയുടെ അടുത്ത് അതും കൊണ്ട് ഇറങ്ങാൻ നിൽക്കണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സംസാരിച്ചത് ഈ പ്രസ്തുത വ്യക്തിയുടെ കുടുംബത്തിനെ പറ്റിയിട്ടോ ആളെ പറ്റിയിട്ടോ അല്ല. ഞാൻ മൊത്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ഇലക്ഷന് നിൽക്കുന്നവരെ സംബന്ധിച്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ മേലടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട, കേട്ടോണ്ടിരിക്കില്ല. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. നിയമപരമായിട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ള ആളും അതിനു വേണ്ടി നാമനിർദ്ദേശ പട്ടിക കൊടുത്തിട്ടുള്ള ആൾ, നോമിനേഷൻ കൊടുത്തിട്ടുള്ള ആളുമായ സ്ഥിതിക്ക് പേരിലൊരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ മോശമല്ലേ? പിന്നെ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് കുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങളുദ്ദേശിച്ച് സത്യമായിട്ട് ഞാൻ ചെയ്ത വീഡിയോ അല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, അത് നിങ്ങളെയും കൂടി ഉദ്ദേശിച്ച് തന്നെയാണ്. ഓക്കെ.